ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതേ ഒരു ഉഗ്രൻ കറിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല അടിപൊളി കറിയാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഒന്നുമില്ല, പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. നാടൻ കറിയാണ്, എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ ഇതാ ഞാനിത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചെമ്മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉണക്ക ചെമ്മീൻ. അപ്പോൾ ഇതാ ചെമ്മീൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇനി നമ്മളിടാൻ പോകുന്നതാണ് നമ്മുടെ ഇരുമ്പുളി. എല്ലാവർക്കും നാട്ടിലൊക്കെ കിട്ടുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ഞാൻ ആ ഇരുമ്പുളിയും ചെമ്മീനും കൂടെ നമ്മുടെ ചട്ടിക്കലത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1.5 അല്ലെങ്കിൽ 2 ടീസ്പൂൺ മതി. അതിൽ കൂടുതൽ മുളകിൻ്റെ ആവശ്യമില്ല, ഒരുപാട് മുളക് ഇടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ഇട്ടും തന്നെ കുറഞ്ഞു പോരുത്, കുറച്ച് മുന്തി എന്നാലും കുഴപ്പമില്ല, കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇരുമ്പുളി ചെമ്മീനൊക്കെ പതിയെ ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്ത് കറി ലൂസായി പോയത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തിളപ്പിക്കാനായിട്ടാണ് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. മൂടി വെച്ച് തന്നെ നമുക്ക് വേവിക്കാം. അപ്പോൾ അത് ആ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നു തുടങ്ങി. നല്ലപോലെ തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് 1 മുറി തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തിടാനായിട്ട് ഞാനിപ്പോൾ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ചുമന്നുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതിനകത്തേക്ക് കറിയിലേക്ക് നമ്മുടെ കടുക് വറുത്തങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്താ മണം, നല്ല രുചിയാണ്ടാവും. അപ്പോൾ കടുക് വറുത്തിട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതൊന്ന് മൂടി വയ്ക്കണം. നല്ലോണം ആ മണം രുചിയൊക്കെ അതിനകത്തേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കറി പെട്ടെന്ന് റെഡിയായില്ലേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.